നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ചോയ്സ് വെഡ്ഡിംഗ് കാസൽ. ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പു നൽകുന്നു. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, എടപ്പാൾ. സ്വാശ്രയ നിക്ഷേപകരുടെ സംഗമം സംഘടിപ്പിച്ചു. സ്വാശ്രയ പൊന്നാനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ സംരംഭമായ സ്വാശ്രയ മാളിന്റെയും പൊന്മാസ് ഹൈപ്പർ മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെ സംഗമം പള്ളപ്പുറം ബെസ്റ്റ് മലബാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. എല്ലാ ആളുകളെയും ഒത്തുചേർന്നുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുക, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇതിനു വേണ്ടി ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന സ്വാശ്രയ നയിക്കുന്ന മാനേജ്മെന്റ് അംഗങ്ങളോ അല്ലെങ്കിൽ ഇതിലുള്ള 35-ലധികം മറ്റ് ഡയറക്ടർമാരോ തന്നെ ഒരു തരത്തിലുള്ള പ്രതിഫലവും കഴിഞ്ഞ 4 വർഷമായിട്ട് എടുത്തിട്ടില്ല. അതുപോലെയുള്ള ഒരു ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ആ പ്രസ്ഥാനത്തെ എങ്ങനെയാണോ ആത്മാർത്ഥമായി യാതൊരു പ്രതിഫലവും വാങ്ങാതെ നയിക്കുന്നത്, അതേ ശൈലിയിൽ തന്നെയാണ് ഈ പറയുന്ന ബിസിനസ് പ്രസ്ഥാനം. പക്ഷേ ബിസിനസ് പ്രസ്ഥാനത്തിൽ വ്യത്യാസം എന്താണ്? ഇതൊരു സാമൂഹിക സംരംഭകത്വ പദ്ധതിയാണ്. ഇതിലൂടെ നമ്മുടെ അംഗങ്ങളുടെ ചെറിയ ചെറിയ മൂലധനം സ്വീകരിച്ചുകൊണ്ട് അതൊരു വലിയ അസറ്റാക്കി മാറ്റി അതുപയോഗിച്ചുകൊണ്ട് നമ്മുടെ പൊന്നാനിക്ക് വലിയ മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള ഒരു സംരംഭം തുടങ്ങുക. ആ സംരംഭത്തിന്റെ വിജയത്തിനനുസരിച്ച് കിട്ടുന്ന ലാഭം പങ്കുവെക്കുക. അതുപോലെ അവിടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ സ്ഥലം ഒരുക്കി കൊടുക്കുക. സ്വാശ്രയ പൊന്നാനി സൊസൈറ്റി പ്രസിഡന്റ് കോയക്കുട്ടി മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്വാശ്രയ പൊന്നാനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചെയർമാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷത വഹിച്ചു. കമ്പനി കാര്യങ്ങളെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് കളക്കര വിശദീകരിച്ചു. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷന്റെ സാമൂഹിക സംരംഭകത്വ പദ്ധതിയെക്കുറിച്ച് കമ്പനി കാര്യ ഡയറക്ടർ മുഹമ്മദ് കെ മുഹമ്മദ് സംസാരിച്ചു. തുടർന്ന് പ്രൊജക്ട് മാനേജർ ഖലീൽ റഹ്മാൻ പ്രൊജക്ട് അപ്ഡേഷൻ നൽകി. കമ്പനി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സലീം കളക്കര, അബ്ദുൽ അസീസ് പാടാരിയകം എന്നിവർ സംസാരിച്ചു. അനീഫ മാളിയക്കൽ ചടങ്ങിന് നന്ദി പ്രകടിപ്പിച്ചു.